الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له شهادة تكون للنجاة وسيلة ولرفع الدرجات كفيلة ولدخول الجنة وسيلة ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم بتقوى الله أولا بنفسي وإياكم. فقال الله تبارك وتعالى: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا. عن أبي هريرة رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم: من أتى هذا البيت فلم يرفث ولم يفسق رجع كيوم ولدته أمه. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ വിശുദ്ധമായ ഭവനത്തിൽ വുദൂഓടുകൂടി ഇഅ്തികാഫിൻ്റെ നിയ്യത്തിൽ ഒരുമിച്ച് കൂടിയ നാം ഓരോരുത്തരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധവും കരുണയുള്ള തമ്പുരാൻ പരിപൂർണമായി മാപ്പ് നൽകുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം പടച്ചറപ്പിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് വിശുദ്ധമായ ഖുർആനിൻ്റെ തണലിലായി വളർന്ന് എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും ഈമാനോടുകൂടി മരണപ്പെടാനുള്ള മഹാഭാഗ്യം അല്ലാഹു തആല നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വളരെ മഹത്വമായ ഒരുപാട് ഇബാദത്തുകൾ, അതിൻ്റെ പ്രതിഫലങ്ങൾ കരഗതമാക്കാൻ കഴിയുന്ന വിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലാണ് നാം ഓരോരുത്തരും. നമ്മുടെ വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നുമൊക്കെ അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഹറമിലേക്ക് ഹജ്ജിനായി പോയ ആൾക്കാർ തിരിച്ചു വരാൻ അടുത്തു നിൽക്കുകയാണ്. അല്ലാഹു തആല അവരെയും നമ്മയും സ്വീകരിക്കുമാറാകട്ടെ. അവർ ചെയ്ത മുഴുവൻ അമലുകളെയും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ കഅബ ശരീഫ് നിലനിൽക്കുന്ന നാട് വിശുദ്ധമായ മക്കത്തുൽ മുകറമ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പ്രതിപാദിക്കുന്നത് ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട, ഭൂമിയിൽ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലം വിശുദ്ധമായ മക്കയാണ്.
അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആല ഇംറാൻ അള്ളാഹു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പറയുന്നു. ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽ ആലമീൻ. ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസ് പല പ്രാവശ്യം നാം പറഞ്ഞിട്ടുള്ളതാ. ഭൂമിയിൽ ഒരു വ്യക്തിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമാനമുണ്ടാകുന്നത്, ഭൂമിയിൽ ഒരു സ്ഥലത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമാനമുണ്ടാകുന്നത്, ഭൂമിയിൽ ഏതെങ്കിലും ഒരു സമയത്തിനോ സ്ഥാനത്തിനോ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമാനമുണ്ടാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഇബാദത്തുമായി ചേർന്നിട്ടാണ്. അള്ളാഹു താല പറയുന്നു, ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു താല ആദ്യം നിർമ്മിച്ച വിശുദ്ധമായ ഗേഹം, അള്ളാഹുവിന്റെ വിശുദ്ധമായ മസ്ജിദ് ലല്ലദീ ബിബക്ക, മക്കയുടെ മറ്റൊരു പേരാണ് വിശുദ്ധമായ ഖുർആൻ പ്രതിപാദിക്കുന്നത് ബക്ക. അവിടുത്തെ ആദ്യത്തെ മസ്ജിദ്, ഭൂമിയിൽ അള്ളാഹു താല മനുഷ്യന് വേണ്ടി ആദ്യമായി നിർമ്മിച്ച ഭവനത്തെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പ്രതിപാദിക്കുകയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി വെക്കപ്പെട്ട, നിർമ്മിക്കപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടി പണിയപ്പെട്ട ആദ്യത്തെ മസ്ജിദ് ലല്ലദീ ബിബക്ക, വിശുദ്ധമായ മക്കത്തുൽ മുകറമ. ഫീഹി ആയാതുൻ ബയ്യിനാത്ത്, അല്ലാഹു വിശദീകരിക്കുകയാണ്. ആ കഅബ ഷരീഫും ആ കഅബ ഷരീഫിന്റെ ചുറ്റുവട്ടവുമായി ചേർന്ന് ഒരുപാട് ദൃഷ്ടാന്തങ്ങളെ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ചർച്ച ചെയ്യാതെ കഅബ ഷരീഫും വിശുദ്ധമായ മക്കയുടെ ഒരു മഹത്വവും പ്രതിപാദിക്കാനില്ല. അള്ളാഹു പറയുകയാണ്, അവിടെയാണ് മഖാമു ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ കാൽപ്പാടുകൾ, മഖാമു ഇബ്രാഹിം അവിടെയാണ്. ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന ആമിന, ആരെങ്കിലും ആ വിശുദ്ധമായ മസ്ജിദിലേക്ക് പ്രവേശിച്ചാൽ, അതുമായി ബന്ധപ്പെട്ട മുഫസ്സിരീങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആയത്തുകളുടെ വിശദീകരണത്തിൽ ആ വിശുദ്ധമായ കഅബ ഷരീഫിന് ചുറ്റുവട്ടം കുറെ സ്ഥലം അല്ലാഹു തആല ഹറമാക്കിയിരിക്കുകയാണ്. ഹറാമ് എന്ന് പറഞ്ഞാൽ അല്ലാഹു നിശുദ്ധമാക്കിയത് എന്നാണ് അർത്ഥം. കുറച്ചുകൂടി വിശാലമായി അത് ചർച്ച ചെയ്താൽ അല്ലാഹു തആല പവിത്രമാക്കിയ കാര്യങ്ങൾ, അതിൽ അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ നിഷിദ്ധമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പവിത്രമായതും മഹത്വമായതെന്നതും ഈ പദത്തിന് ഉപയോഗിക്കാറുണ്ട്. കഅബ ഷരീഫുമായി ബന്ധപ്പെട്ട് ഏകദേശം 25, 26, 27 കിലോമീറ്റർ ചുറ്റളവ്, അത്രയും ഭാഗം ഹറമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ഹറമിന്റെ ഹുക്മ്, ആ ഹറമിന്റെ വിധി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വമൻ ദഖലഹു കാന ആമിന, ആ സ്ഥലത്തേക്ക് ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ നിർഭയത്വത്തിന്റെ നാട്ടിലായി, നിർഭയത്വത്തിന്റെ മണ്ണിലായി, അവൻ നിർഭയനായി. കൊല ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ പോലും ഇസ്ലാമികമായ തീരുമാനമനുസരിച്ച്, ഗവൺമെന്റിന്റെ തീരുമാനമനുസരിച്ച് രാജ്യദ്രോഹ കുറ്റം ചെയ്ത മനുഷ്യൻ, അല്ലെങ്കിൽ ഇസ്ലാമിൽ ജീവിച്ചിരിക്കാൻ അവകാശമില്ലാത്ത പാപം ചെയ്ത മനുഷ്യൻ, ആ മനുഷ്യൻ ഓടി അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അവനെ അവിടെ വെച്ച് വധിക്കാൻ അവകാശമില്ല. എത്രത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ നാട്ടിലേക്ക് ഒരു മനുഷ്യൻ, ഒരു വേട്ടയാടുന്ന മനുഷ്യൻ ഒരു മൃഗത്തെ വേട്ടയാടാനായിട്ട് അമ്പും വില്ലുമായി, അല്ലെങ്കിൽ ഏത് ഉപകരണം കൊണ്ടാണോ ആ മൃഗത്തെ അവന് വേട്ടയാടാൻ കഴിയുന്നത്, ആ ആയുധവുമായി ആ മൃഗത്തിന്റെ പുറകെ പാഞ്ഞ മനുഷ്യൻ, ആ മൃഗം ഓടി ഈ ഹറമിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വമൻ ദഖലഹു കാന ആമിന, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മനുഷ്യന് പറഞ്ഞ അതേ പരിഗണന ആ മൃഗത്തിനും അല്ലാഹു തആല നൽകുകയാണ്. ആ മൃഗം നിർഭയത്വത്തിന്റെ നാട്ടിലായി, മണ്ണിലായി, അതിനെ വേട്ടയാടാൻ പറ്റൂല. നിയമാനുസൃതം ആ മനുഷ്യനും അവന്റെ കുടുംബത്തിനും ഭക്ഷിക്കാൻ അല്ലാഹു തആല അനുവദനീയമാക്കിയ ഒരു മൃഗം, ആ മൃഗത്തിനെ വേട്ടയാടാൻ അല്ലാഹു തആല അവൻ അനുവദനീയമാക്കിയതാ. ആ മൃഗത്തിനെ വേട്ടയാടുന്നതിന്റെ ഇടയിൽ ആ മൃഗം ഓടി ഈ നാട്ടിലേക്ക്, ഈ പ്രദേശത്തേക്ക് പ്രവേശിച്ചാൽ ആ മൃഗത്തിനും നിർഭയത്വം നൽകിയെന്ന് വിശുദ്ധ ഖുർആൻ. സൂക്ഷ്മതയുടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ആ നാട്ടിലൂടെ നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഹറമിൽ നിങ്ങൾ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ കൊതുക് വന്നിരുന്നാൽ അതിനെപ്പോലും നിങ്ങൾ കൊല്ലാൻ പാടില്ല. കാരണം ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ അള്ളാഹു തആല നിർഭയത്വം നൽകിയിട്ടുണ്ട് എങ്കിൽ, ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലാഹു തആല മൃഗങ്ങൾക്ക് നിർഭയത്വം നൽകിയിട്ടുണ്ട് എങ്കിൽ,
ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലാഹു തആല പക്ഷിപരവാദികൾക്ക് നിർഭയത്വം നൽകിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു സ്ഥലം, ഒരേ ഒരു സ്ഥലം, വിശുദ്ധമായ ഹറമും അതിന്റെ പരിസരവുമാ. നിങ്ങൾ അതിനെ കൊല്ലാൻ പാടില്ല, അതിനെ ഓടിച്ചു വിട്ടേക്കണം. അള്ളാഹുവിന്റെ മുഴുവൻ മസ്ജിദുകളുമായി ബന്ധപ്പെട്ട ഒരു ഹുക്കുമാണ്, മസലയാണ്. പള്ളിയുടെ തറയോട് ചേർത്ത് വെച്ച് ഒരു ജീവിയെ കൊല്ലാൻ നമുക്ക് അനുവാദമില്ല. ഒരു കൊതുക് വന്ന് നമ്മൾ പള്ളിയിലിരിക്കുക, അതിന് നമ്മളുടെ മുമ്പിൽ വന്നിരുന്നാൽ പള്ളിയുടെ തറയോട് ചേർത്ത് വെച്ച് ആ കൊതുകിനെ കൊല്ലാൻ പാടില്ല. അത് വേറൊരു പള്ളിയുടെ ഹുർമത്തുമായി ബന്ധപ്പെട്ടതാ. നിങ്ങളുടെ ശരീരത്തിൽ വന്നിരിക്കുകയാണ്, ശരീരത്തിൽ വലിമിസമാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ രക്തം പറ്റാൻ സാധ്യതയുണ്ട് എങ്കിൽ സൂക്ഷ്മതയോടുകൂടി അതിനെ കൊല്ലാനും കളയാനും അനുവാദമുണ്ട്. പക്ഷെ പള്ളിയുടെ തറയോട് ചേർത്ത് വെച്ച് ഒരു കൊതുകിനെയും കൊല്ലാൻ പാടില്ല. പള്ളിയുടെ തറയോട് ചേർത്ത് സൂക്ഷ്മതയുടെ ഒരു ഭാഗമാണ്. പള്ളിയുടെ ഹുർമത്തുമായി ബന്ധപ്പെട്ട് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പറയുന്നത് നമസ്കരിക്കുന്ന സ്ഥലമാണ്. ചിലപ്പോൾ അതിന്റെ രക്തവും ചീഞ്ചലവും ഒക്കെ അവിടെ പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാകാം സൂക്ഷ്മത കൊണ്ട് പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരണം നൽകിയത്. എന്താണെങ്കിലും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഹറമിലേക്ക് ഒരു പക്ഷി പ്രവേശിച്ചാൽ അതിനെ കൊല്ലാൻ അനുവാദമില്ല. അള്ളാഹുവിന്റെ ഹറമിലേക്ക് ഒരു മൃഗം പ്രവേശിച്ചാൽ അതിനെ കൊല്ലാൻ പാടില്ല. എന്തിനേറെ അത്യാവശ്യത്തിനല്ലാതെ, ഒരു നിർബന്ധിക സാഹചര്യം വന്നാലല്ലാതെ അവിടെ കിളിച്ചു നിൽക്കുന്ന ഒരു ചെടി പോലും, ഒരു പച്ച പുല്ല് പോലും പറിക്കാൻ അനുവാദമില്ല. അല്ലാഹു തആല അതിനു പോലും നിർഭയത്വം നൽകിയിരിക്കുകയാ. ലോകത്ത് എവിടെയുണ്ട് ഇതുപോലൊരു നാട്? അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നാടുമായി ബന്ധപ്പെട്ട് ഒരുപാട് മഹത്വം പറഞ്ഞു. ആ മഹത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വം ഹജ്ജുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അതേ ഹദീസ് ഷെയ്ഖ് അൽബാനി സഹീഹാക്കിയ ഒരു ഹദീസിൽ കാണാം. عن أبي هريرة رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم من أتى هذا البيت അള്ളാഹുവിനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പൊരുത്തത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഈ വിശുദ്ധമായ ഹറമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫലം യർഫസ് വലം യഫ്സുഖ്, അവിടെ സൂക്ഷിക്കേണ്ട മാനദണ്ഡങ്ങളെല്ലാം സൂക്ഷിച്ചു, പവിത്രതയോടുകൂടി മഹത്വത്തോടുകൂടി. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ ഉറുമ്പിനെ പോലും കൊല്ലരുത് എന്ന് പറയുന്നത് അവിടെ എത്തുമ്പോൾ? എന്തിനാ അവിടെ ഇങ്ങനെ പാറി നടക്കുന്ന പക്ഷികളെ പോലും നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് പറയുന്നത്? അവിടെ ഓടി നടക്കുന്ന മൃഗങ്ങളെ പോലും നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് പറയുന്നത് എന്തിനാ? അതിന്റെ മഹത്വമെല്ലാം കേട്ടിട്ട് അവിടെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നതായ പറവകൾക്ക് ഇങ്ങനെ ആയിരക്കണക്കിന് രൂപയുടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ ആൾക്കാർ എന്തിനാ ഇങ്ങനെ സഫായിട്ട് നിൽക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകർ അതിലൂടെ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, നിങ്ങളോടൊപ്പം ഒട്ടിയൊരുമി നടക്കുന്നതായ നിങ്ങളുടെ സഹജീവികളായ മനുഷ്യരെ നിങ്ങൾ ഒരു തരത്തിലും ഉപദ്രവിക്കരുത് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. മൃഗങ്ങളോട് പോലും ഇത്രയും വലിയ ആദരവ് കാണിക്കണമെങ്കിൽ അവിടെ ഇങ്ങനെ ജനങ്ങളെല്ലാം ഒരുപാട് ഒരുമിച്ച് കൂടാൻ സാധ്യതയുള്ള സ്ഥലമാണ്. നമസ്കാരത്തിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുന്ന ലോകത്ത് ഒരേ ഒരു സ്ഥലം. പ്രത്യേകിച്ച് അല്ലാഹു തആല പ്രതിഫലം കൂടുതൽ നൽകാമെന്ന് പറയുന്ന സമയത്തെല്ലാം ആയിരങ്ങളും പതിനായിരങ്ങളും കഴിഞ്ഞ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ്. അപ്പൊ കാല് വയ്യാത്ത മനുഷ്യന്റെ കാലൊന്ന് നിങ്ങൾ പരിഗണിക്കണമേ. നടക്കാൻ ബുദ്ധിമുട്ടുള്ള മനുഷ്യനെ നിങ്ങളൊന്ന് പരിഗണിക്കണമേ. നിങ്ങൾ എന്നെ ഉന്തിത്തള്ളി ഒന്നാമത്തെ സഫിലേക്കും അടുത്ത സഫിലേക്കും പള്ളിക്കകത്തേക്കും മത്താഫിലേക്കും പോകാൻ അതിന്റെ ആഗ്രഹം കൊണ്ട്, വെമ്പൽ കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ കൂടെ നടക്കുന്നവരെ നിങ്ങൾ ചവിട്ടി താഴ്ത്തരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാ. അവരുടെ മുഖത്തൊന്നും നിങ്ങൾ കർക്കശമായ നോട്ടം പോലും അനുവാദമില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഹറമാത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഹറമാത്. ഫലം യർഫസ് വലം യഫ്സുഖ്, മോശമായ ചിന്ത പോലും നിങ്ങൾക്ക് പാടില്ലാത്ത ഭൂമിയിൽ ഒരേ ഒരു സ്ഥലം. മോശമായ ചിന്ത പോലും അവിടെ വെച്ച് നിങ്ങൾ ചിന്തിച്ചാൽ അല്ലാത്ത സ്ഥലത്ത് കിട്ടുന്നതിനേക്കാളും 10 മടങ്ങ് പാപമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഒരാളോടും ഒരു തരത്തിലുള്ളതായ മോശമായ പെരുമാറ്റവും ചിന്ത പോലും വെക്കാത്ത ഭൂമിയിലെ ഒരേ ഒരു സ്ഥലം അത് വിശുദ്ധമായ മക്കയും അതിന്റെ പരിസരവും, അതിന്റെ വിശുദ്ധമായ ഹറമും അതിന്റെ പരിസരവുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തത്തെ ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ആ നാട്ടിൽ വന്നു. അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ആ നാട്ടിൽ വന്നു. എന്നിട്ട് അവിടെ ഇബാദത്ത് ചെയ്യാൻ അവൻ തയ്യാറായി. അല്ലാഹു തആല പറഞ്ഞ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവന് ഇബാദത്തിൽ മുന്നേറി കഴിഞ്ഞാൽ ഫലം യർഫസ് വലം യഫ്സുഖ്, ആരോടും ഒരു ഉപദ്രവവും അവൻ ചെയ്തില്ല. എന്നിട്ടോ അവന്റെ മനസ്സിൽ ഒരു ഉറച്ച പ്രതിജ്ഞയും എടുത്ത് ഇവിടെ നിന്നും നേടിയെടുക്കുന്ന ഈമാനികമായ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവം എന്റെ ജീവിതമാസകലം ഞാൻ പുലർത്തുമെന്നുള്ള പ്രതിജ്ഞയോടുകൂടി അവിടെ ഇബാദത്തിന് തയ്യാറായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ സല്ലാ റകഅതൻ ഫീ ഹാദൽ ബൈത്ത്, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഹറമിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ നിഷ്കളങ്കമായ നിയ്യത്തോടുകൂടി ഒരു റക്അത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അവന് നൽകുന്ന പ്രതിഫലം 1,00,000 റക്അത്തിന്റെ പ്രതിഫലം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് എവിടെയും കിട്ടൂല.
നിഷ്കളങ്കമായ നിയ്യത്തോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തത്തെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആ വിശുദ്ധമായ ഹറമിൽ ഒരു റക്അത്ത് ഒരു മനുഷ്യൻ നമസ്കരിച്ചാൽ അള്ളാഹു തആല അതിന് നൽകുന്നത് 100,000 1,00,000 റക്അത്തിന്റെ 1,00,000 റക്അത്തിന്റെ പ്രതിഫലം ഒരു റക്അത്തിന് അള്ളാഹു തആല നൽകും. ളുഹർ നമസ്കരിക്കാനായിട്ട് പള്ളിയിലേക്ക് വന്നു. ളുഹറിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിച്ചു. ളുഹർ 4 റക്അത്ത് നമസ്കരിച്ചു. അതിനുശേഷവും 2 റക്അത്ത് നമസ്കരിച്ചു. അപ്പോഴേക്കും 8,00,000 പ്രതിഫലം ആ മനുഷ്യന് ളുഹർ മാത്രമായിട്ട് കരസ്ഥമാക്കി. നമ്മുടെ നാട്ടിൽ എത്ര റക്അത്ത് നമസ്കരിക്കണം അത്രയും പ്രതിഫലം കിട്ടാൻ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു മനുഷ്യന് ഹജ്ജിന് പോകാൻ പറ്റിയില്ല, അവന്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവന്റെ സമ്പത്ത് അത്രയും എത്തിയില്ല എങ്കിലും നിങ്ങൾക്ക് ആ ഹറമിലേക്ക് പോകാൻ അതിയായ ആഗ്രഹമുണ്ട് എങ്കിൽ അതിന്റെ 8-1 മാത്രം ചെലവാകുന്ന, അതിന്റെ 4-1 മാത്രം ചെലവാകുന്ന ഉംറയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയും. ആ നാട്ടിൽ പോകാൻ ഒരു അവസരം ഏതെങ്കിലും തരത്തിൽ അള്ളാഹു തആല നിങ്ങൾക്ക് നൽകിയാൽ ഒരു കാരണത്താലും നിങ്ങൾ അത് ഒഴിവാക്കരുത്. പല ആൾക്കാരും സങ്കടപ്പെടാറുണ്ട്. എത്ര പ്രാവശ്യം ഞാൻ വാപ്പയും ഉമ്മയും വിളിക്കുക, ഇവിടെ ഒന്ന് വരും, ഒരാഴ്ച ഇവിടെ നിൽക്കാം, തൊട്ടടുത്താണ്, കുറച്ച് യാത്ര ചെയ്താൽ ഹറമിൽ പോകാം, പക്ഷെ അവർ നാട് വിട്ടു വരൂല. എന്റെ പ്രിയപ്പെട്ടവരെ, വേറൊരു നാട്ടിലേക്ക് നിങ്ങൾ പോകണ്ട നിങ്ങളുടെ നാടിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ. പക്ഷേ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെടാൻ പറ്റുന്ന ഒരു നാടുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു നാടുണ്ട് എങ്കിൽ അത് വിശുദ്ധമായ ഹറം നിൽക്കുന്ന നാടാ. ആ നാട്ടിൽ പോകാൻ അള്ളാഹു ഒരു അവസരം നൽകിയാൽ വേണ്ടാന്ന് വെക്കാൻ പാടില്ല. ആ നാട്ടിലേക്ക് അള്ളാഹു ഞങ്ങളെ എത്തിക്കണേ എന്ന് അതിയായ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കണമെന്ന്, ആ പ്രാർത്ഥന സുന്നത്താണ് എന്നും ആ പ്രാർത്ഥന ഇബാദത്താണ് എന്നും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ നമുക്ക് അവിടെ പോകാതിരിക്കാൻ കഴിയുന്നത്? ലക്ഷങ്ങൾ ചെലവാക്കി പല നാടുകളിലേക്കും ജനങ്ങൾ ഇങ്ങനെ പറക്കാറുണ്ട്. ആ നാട്ടിലെ കർണാനന്ദകരമായ, ആ നാട്ടിലെ വർണ്ണാനന്ദകരമായ കാര്യങ്ങൾ കേൾക്കാനും കാണാനും ഒക്കെ ആയിട്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇവിടെ അള്ളാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. സ്വർഗവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂമിയിൽ ഒരു സ്ഥലം, ഏറ്റവും കൂടുതൽ ആൾക്കാർ നമസ്കരിക്കുന്ന സ്ഥലം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഹറം, ആദ്യത്തെ വിശുദ്ധമായ പള്ളി നിർമ്മിച്ച സ്ഥലം, ഒരു നിമിഷം പോലും മുടങ്ങാതെ ജനങ്ങൾ സദാസമയം മലക്കുകളെ പോലെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, ആകെ തവാഫ് മുടങ്ങുന്ന ഒരേ ഒരു സമയം, ആ കഅബ ഷരീഫിലേക്ക് 4 ചുറ്റും തിരിഞ്ഞു നിന്നുകൊണ്ട് മനുഷ്യർ റുകൂഇലും സുജൂദിലും ഇഅ്തിദാലിലുമായിട്ട് നമസ്കാരത്തിൽ ഏർപ്പെടുന്ന സമയം ഒഴിച്ച് ഒരൊറ്റ സമയം പോലും ഒഴിവാകാതെ. പല ആൾക്കാരും പറയാറുണ്ട്, ഉംറയ്ക്ക് പോയപ്പോൾ ഹജറുൽ അസ്വദിന്റെ അടുക്കലൊന്നും പോകാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാനും എന്റെ കൂട്ടുകാരും എന്റെ ബീവിയും എല്ലാം കൂടി തീരുമാനിച്ചു, നമുക്കൊരു വെളുപ്പാങ്കാലത്ത് 3 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പോകാം, അപ്പൊ തിരക്കൊക്കെ കുറച്ച് കുറവായിരിക്കും. 3 മണി കഴിഞ്ഞു, സുബഹിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് അല്ലെങ്കിൽ നാസ്ത കഴിക്കാൻ വരുമ്പോൾ ഓടി വന്നിട്ട് പറയും, ഉസ്താദേ 3 മണിക്ക് കണ്ട ആൾക്കാർ ളുഹറിന് കണ്ടതിനേക്കാളും കൂടുതലാ. ഇങ്ങനെ പോകുന്നതിനനുസരിച്ച് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ സദാസമയവും ലബ്ബൈക്കിന്റെ ധ്വനിയോടുകൂടി ഇങ്ങനെ സദാസമയവും സജീവമായിരിക്കുന്നതിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും അതിനൊരു പങ്കാകേണ്ടേ? ഹജ്ജിന് പോകാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഉംറയ്ക്ക് പോകാനുള്ള അവസരമുണ്ട്. ആ പള്ളിയിൽ ഒന്ന് സിയാറത്ത് എന്ന വാക്ക് പലപ്പോഴും നമ്മുടെ ഇടയിൽ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, അള്ളാഹു ഇഷ്ടമല്ലാത്ത സ്ഥലങ്ങളിലേക്ക് സമ്പത്ത് ചെലവാക്കി, സമയം ചെലവാക്കി, തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹു ഇഷ്ടമല്ലാത്ത സർവ്വതും ചെയ്തുകൊണ്ട് സിയാറത്ത് എന്ന പേര് പറയുമ്പോൾ, അള്ളാഹുവിന്റെ റസൂൽ സിയാറത്ത് എന്ന പദം ഹദീസിൽ ഉപയോഗിച്ചത് കഅബ ഷരീഫുമായി ബന്ധപ്പെട്ടും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖബറുമായി ബന്ധപ്പെട്ടുമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ യാത്ര ചെയ്യൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവിടേക്ക് പോകിൻ, അള്ളാഹു തആല നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം എന്താണെന്ന് അറിയണ്ടേ? ഹജ്ജിന് പോകുന്ന മനുഷ്യന് നൽകുന്ന അതേ പ്രതിഫലം അള്ളാഹുവിന്റെ റസൂൽ മറ്റൊരു ഹദീസിൽ പറയുകയാ. ഷെയ്ഖ് അൽബാനി പറയുന്നു, ഹാദാ ഹദീസുൻ സഹീഹുൻ, ഇത് സഹീഹായ ഹദീസാണെന്ന് പറയുന്നു. റജഅ കയൗമിൻ വലദതുഹു ഉമ്മു, ഉമ്മ പ്രസവിച്ചതുപോലെ അവൻ ആ നാട്ടിൽ നിന്നും തിരിച്ചു വരും. അവിടെ വന്നു, പള്ളിയിൽ കഴിഞ്ഞു, ഇഅ്തികാഫിന്റെ നിയ്യത്തിലിരുന്നു, കഴിവിന്റെ പരമാവധി ചെയ്യാൻ പറ്റുന്ന അമലുകളൊക്കെ ചെയ്തു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു, കഴിവിന്റെ പരമാവധി നമസ്കരിച്ചു. എന്നിട്ട് അവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉമ്മ പ്രസവിച്ചതുപോലെ സർവ്വ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ പോലും ഇല്ലാതിരുന്ന സ്ഥലം. എന്റെ പ്രിയപ്പെട്ടവർ, ഈ അടുത്ത സമയത്തൊക്കെ നമ്മൾ കണ്ടതാ വലിയ ശക്തമായ മഴ. ആ മഴയോടൊപ്പം ശക്തമായ അതികഠിനമായ കൊടുങ്കാറ്റിന് തുല്യമായ വലിയ കാറ്റടിക്കുകയാണ്. കഅബ ഷരീഫിന് ചുറ്റും ഇങ്ങനെ അതിന്റെ കില്ല ഇങ്ങനെ മുറുക്കെ കെട്ടിയിരിക്കുന്ന കില്ല ഇങ്ങനെ പാറി പറഞ്ഞു പോകാൻ പോകുന്നത് പോലെ തോന്നുന്ന രീതി നമ്മളെല്ലാം കണ്ടതാ. അവിടെ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇങ്ങനെ പറന്നു പോകുന്നത് പോലെ നമ്മൾ കണ്ടതാ. എന്നിട്ടും ആ ശക്തമായ മഴയത്തും
പറന്നു പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് ധരിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് തവാഫ് ചെയ്യാൻ, അവിടെ നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ ലോകത്ത് ഒരൊറ്റ സ്ഥലത്തും ഒരു മനുഷ്യരെയും പ്രേരിപ്പിക്കില്ല. അങ്ങനെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു സ്ഥലം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഹറമും അതിന്റെ പൂമുറ്റവും മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടേക്ക് പോകാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആഗ്രഹമില്ലാത്തത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലോകത്ത് ചുംബിക്കൽ ഇബാദത്തായ ഒരേ ഒരു സ്ഥലമുണ്ട് എങ്കിൽ ശറഅക്കപ്പെട്ട ചുംബനം അത്തഖബ്ബുലു ശറഇയ്യു ഹദാ വാഹിദു, ഇതൊരൊറ്റ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അത് വിശുദ്ധമായ കഅബ ശരീഫിനോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്ന ഹജറുൽ അസ്വദ, ഹാദാ ഹജറുൻ മിനൽ ജന്ന. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇത് സ്വർഗത്തിലെ കല്ല, ഇത് സ്വർഗത്തിലെ കല്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊന്ന് ചുംബിക്കാൻ, അതൊന്ന് സ്പർശിക്കാൻ, അതൊന്ന് നേർക്കുനേരെ കാണാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആഗ്രഹമുണ്ടാകാത്തത്? വീണ്ടും അള്ളാന്റെ റസൂല് പറഞ്ഞു, അത്ഭുതകരമായ ഒരു ഉറവയുണ്ട് അവിടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുറെ ആഴ്ചകളായി നാം കേൾക്കുന്നതാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുടുംബത്തെ വിട്ടിട്ട് പോയി. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണെന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിഞ്ഞു നിന്നിട്ട് ആകാശഭാഗത്തിലേക്ക് നോക്കിയിട്ട് ഒരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന അള്ളാഹുവിന്റെ അവസാനത്തെ പ്രവാചകന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇറക്കി കൊടുത്തു. ഖിയാമത്ത് നാൾ വരെ പാരായണം ചെയ്യാൻ പറഞ്ഞു. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ. വഇദ് ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം, ഹൃദയം പൊടിഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും വർഷങ്ങളോളം കാത്തു കൊതിച്ച് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന പിഞ്ചു കുഞ്ഞിനെയും അള്ള പറഞ്ഞിട്ട് അവിടെ വിട്ടിട്ട് പോകുകയാ. കൂട്ടിനായിട്ട് ഒരു മൃഗമോ ഒരു പക്ഷിയോ ഒന്നുമില്ല, ആരുമില്ലാത്ത നാട്ടിൽ വിട്ടിട്ട് പോകുകയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹൃദയം പൊടിഞ്ഞുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥന നടത്തി. എന്താ പ്രാർത്ഥന? വഇദ് ഖാല ഇബ്രാഹിമു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കണമേ, നിങ്ങൾ പഠിക്കണമേ, നിങ്ങൾ മനസ്സിലാക്കണമേ. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. ആദ്യം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ ഈ നാടിനെ നീ നിർഭയത്വത്തിന്റെ നാടാക്കണേ അല്ലാ. എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും മാത്രമല്ല അല്ലാ, ഈ നാടിനെ നീ നിർഭയത്വത്തിന്റെ നാടാക്കണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാ അല്ലാഹു തആല ഹാദാ ബലദൻ ആമിന എന്ന് പറഞ്ഞത്. ആ നാടിനെ നിർഭയത്വത്തിന്റെ നാടാക്കി. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന. രണ്ടാമത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവിനോട് പറയുകയാ, ഒരു സാധ്യതയും ബാഹ്യമായി നോക്കിയാൽ അവിടെ കിട്ടാനില്ല. അല്ലാഹുവേ ഈ നാട്ടിലുള്ളവർക്ക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുണ്ട് ഹാജർ അലൈഹിസ്സലാം, പിഞ്ചു കുഞ്ഞായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉണ്ട്. ഇനി ആരെല്ലാം വരുന്നോ ഈ നാട്ടിൽ വരുന്ന സർവ്വ ആൾക്കാർക്കും എല്ലാ പഴവർഗ്ഗങ്ങളും നീ നൽകണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം നൽകണേ അല്ലാ. ഭക്ഷണങ്ങളിൽ ഏറ്റവും നല്ല ഭക്ഷണമായ പഴവർഗ്ഗങ്ങൾ നീ നൽകണേ അല്ലാ. അസ്സമറാത്ത് ഭാഷയുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നു, ഇതിനകത്ത് എല്ലാ പഴവർഗ്ഗങ്ങളും പെട്ടു. ഇന്ന് നമുക്കറിയാം വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സർവ്വസമയവും നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടുകളിൽ മാത്രം വിളയുന്നതായ പഴവർഗ്ഗങ്ങളും അതിൽ ഏറ്റവും മുന്തിയ വിഭാഗം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഹറമുകളിലെത്തും. നേർക്കുനേരെ കണ്ടിട്ടുള്ളവരാ നമ്മൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയുടെ ഫലം, അള്ളാഹുവെ അവർ പട്ടിണിയാ റബ്ബേ, അവർക്കൊന്നും കഴിക്കാനില്ല റബ്ബേ, പക്ഷെ നീ നൽകണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. അല്ല നൽകി, ആദ്യം അല്ല നൽകിയത് സർവ്വതും നീ നൽകണേ അല്ലാ. പഴവർഗ്ഗങ്ങൾ നൽകണേ അല്ലാ. അവർക്ക് ആവശ്യമായതെല്ലാം നീ നൽകണേ അല്ലാ. മൻ ആമന മിൻഹും, നിന്നെ കൊണ്ട് അവരിൽ നിന്ന് വിശ്വസിച്ചവർക്ക് നീ നൽകണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന. അവിടെയും വിശ്വാസത്തെ ചേർത്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അല്ലാഹുവേ നാടുകളിൽ നിന്ന് നിർഭയത്വത്തിന്റെ നാടാക്കണേ അല്ലാ. ജനിച്ചു വീണതായ ഇറാഖിനേക്കാളും പ്രബോധനം ചെയ്ത ഫലസ്തീനേക്കാളും അല്ലാഹുവേ നിർഭയത്വത്തിന്റെ നാടാക്കണേ അല്ലാ. അല്ലാഹു തആല ആ പ്രാർത്ഥനയുടെ ഫലമാണ് അഹങ്കാരത്തിന്റെ ധിക്കാരത്തിന്റെ പല തീരുമാനങ്ങൾ ഉണ്ടായിട്ടും അല്ലാഹു തആല അതിനെ ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ താമസിക്കുന്നവർക്ക് അല്ലാഹുവേ നീ സർവ്വതും നീ നൽകണേ അല്ലാ. അല്ലാഹു ആദ്യം നൽകി ഹാജർ അലൈഹിസ്സലാമിക്ക് അല്ലാഹു തആല ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ പാനീയം, ആ വിശുദ്ധമായ ഹറമിന്റെ, ആ വിശുദ്ധമായ കഅബ ഷരീഫിന്റെ, അതിന്റെ പരിസരത്തിന്റെ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, പത്താമത്തെ എത്ര പറഞ്ഞാലും തീരാത്ത മഹത്വം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഭൂമിയിലെ വെള്ളങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള വെള്ളം, അഫ്ളലുൽ മാഇ മിനദ് ദുനിയ, ദുനിയാവിലുള്ള വെള്ളങ്ങളിൽ ഏറ്റവും മഹത്വമായ വെള്ളം മാഉ സംസം, അത് സംസം വെള്ളമാണ്. ഹാദാ മിൻ ജന്ന, അതിന്റെ ഉത്ഭവം അത് അല്ലാഹുവിന്റെ വിശുദ്ധമായ സ്വർഗ്ഗത്തിൽ നിന്ന്. കഅബ ഷരീഫിൽ നിന്നും ഏകദേശം കിഴക്കു ഭാഗത്തേക്ക് 20 മീറ്റർ മാറിയിട്ടാണ് ആ വെള്ളം സ്ഥിതി ചെയ്യുന്നത്. ആദ്യ സമയത്ത് ഇങ്ങനെ കുമിഞ്ഞൊഴുകി പുറത്തേക്ക് പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നത് പോലെ പോകുമായിരുന്നു. പിന്നീട് അതിനെയൊക്കെ സജ്ജീകരിച്ചു. ഇന്ന് തവാഫ് ചെയ്യുന്നത് അതിന്റെ മുകളിലൂടെയാണ്. വിശാലമായി അതിന്റെ മുകളിലൂടെയാണ് ഇന്ന് തവാഫ് ചെയ്ത് കാണാൻ പറ്റാത്ത രീതിയിൽ അതിനെ വളരെ സജ്ജീകരിച്ചു. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഓരോ ദിവസവും ഇങ്ങനെ അവിടെ വരുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുകയാ. അമുസ്ലിമീങ്ങളായ മനുഷ്യരും വന്നിട്ട് പറയും, കൂട്ടുകാരെ ഹജ്ജിന് പോകുമ്പോൾ അവരോട് പറയും, കുറെ നാളുകളായി ഞങ്ങൾ കേൾക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്കും ഒരല്പം വെള്ളം തരണമേ. ആ ഓരോ വീടുകളിലും സൂക്ഷിച്ചു വെക്കേണ്ട വെള്ളങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള വെള്ളം മാഉ സംസം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും വീണ്ടും അതിന്റെ മഹത്വം ഇങ്ങനെ പറയുകയാ. അവസാനത്തെ പ്രവാചകൻ ജനിച്ച നാടാ വിശുദ്ധമായ മക്ക. അള്ളാഹു തആല അവസാനത്തെ പ്രവാചകന്റെ പ്രബോധനം, അള്ളാഹു തആല വിശുദ്ധമായ ഖുർആനിന്റെ തുടക്കം അള്ളാഹു തആല തെരഞ്ഞെടുത്ത നാടാ വിശുദ്ധമായ മക്ക. അള്ളാഹുവിന്റെ പ്രവാചകനെ കൊണ്ട് പ്രബോധനം, ഹക്കിന്റെ ബാത്തിലിനെതിരെയുള്ളതായ പ്രബോധനം അള്ളാഹു തആല അവസാനത്തെ പ്രവാചകനെ കൊണ്ട് തുടങ്ങിപ്പിച്ചത് വിശുദ്ധമായ മക്കയിൽ നിന്നുമാ. അള്ളാഹുവിന്റെ പ്രവാചകനുമായി ബന്ധപ്പെട്ട സർവ്വതും അള്ളാഹു തആല ഇങ്ങനെ മക്കയിൽ മഹത്വമായിട്ട് വെച്ചിരിക്കുകയാ. എന്തേ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടാകാത്തത്? എന്തേ ആ നാട്ടിലേക്ക് പോകാൻ നമുക്ക് ആഗ്രഹമുണ്ടാകാത്തത്? വീടൊന്ന് വൃത്തിയാക്കാൻ ലക്ഷങ്ങൾ നമ്മൾ ചെലവാക്കുമ്പോൾ, വീടൊന്ന് മോടി പിടിപ്പിക്കാൻ ലക്ഷങ്ങൾ നമ്മൾ ചെലവാക്കുമ്പോൾ, വാഹനം ഒന്ന് മാറുമ്പോൾ ലക്ഷങ്ങൾ നമ്മൾ ചെലവാക്കുമ്പോൾ, മകനെയും സന്തോഷിപ്പിക്കാൻ ലക്ഷങ്ങൾ നമ്മൾ ചെലവാക്കുമ്പോൾ, അള്ളാഹു മാടി വിളിച്ച അള്ളാഹുവിന്റെ വിശുദ്ധമായ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ അതിഥികളായിട്ട് ചെല്ലാൻ ഭൂമിയിലെ ഏറ്റവും വലിയ VIP-കളെന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എടുത്തു പറഞ്ഞ അള്ളാഹുവിന്റെ പവിത്രമായ വീട്ടിലേക്ക് പോകാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആഗ്രഹമുണ്ടാകാത്തത്? അള്ളാഹു നമുക്ക് ആഗ്രഹം നൽകുമാറാകട്ടെ. ഭൂമിയിൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലം, ഉലമാക്കളുടെ അഭിപ്രായ വ്യത്യാസം, മക്കയ്ക്കാണോ മദീനയ്ക്കാണോ? അള്ളാഹു തൗഫീഖ് നൽകിയാൽ അടുത്ത ആഴ്ച നമ്മൾ മദീനയുടെ മഹത്വം പറയും. ഉലമാക്കളുടെ ബഹുഭൂരിഭാഗത്തിന്റെയും അഭിപ്രായം വിശുദ്ധമായ കഅബ ശരീഫ് നിലനിൽക്കുന്നത് കൊണ്ട് മക്കയ്ക്കാണ് ഏറ്റവും വലിയ മഹത്വം. അതുമല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഇബ്രാഹീമ ഖദ് ഹറമ മക്ക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇതാ മക്കയെ ഹറമാക്കിയിരിക്കുകയാണ്. വ ഇന്നി ഹറംതുൽ മദീന. അള്ളാഹു തആല എന്റെ നാവിലൂടെ ആ മദീനയും ഹറമാക്കിയിരിക്കുകയാ. മക്കത്ത് നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് 1,00,000 റക്അത്ത് പ്രതിഫലമാ. അത്രയും പ്രതിഫലം അള്ളാഹുവിന്റെ റസൂൽ മദീനയിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഏറ്റവും മഹത്വമുള്ളത് ഉലമാക്കളുടെ ബഹുഭൂരിഭാഗം അഭിപ്രായം അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബ ശരീഫ് നിലനിൽക്കുന്നതായ മക്കയ. അവിടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോകാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്യൻ. ഏറ്റവും വലിയ മഹത്വം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലോകത്ത് ഏത് രാജ്യത്തുള്ള മനുഷ്യനാണെങ്കിലും, ഏത് നിറത്തിലും ഏത് രീതിയിലും ഏത് തരത്തിലും ജീവിക്കുന്ന മനുഷ്യനാണെങ്കിലും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാണോ, വിശ്വാസത്തിന് ശേഷം അവൻ ഏറ്റവും പ്രിയപ്പെട്ട ഇബാദത്തായ നമസ്കാരം, ആ നമസ്കാരം ശരിയാകണമെങ്കിൽ ഈ നാട്ടിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കണം. ഈ നാട്ടിലെ വിശുദ്ധമായ കഅബ ശരീഫിലേക്ക് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കണം. എന്നാലേ നമസ്കാരം ശരിയാകുകയുള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അള്ളാഹു തആല ആ കഅബ ശരീഫിലേക്കുള്ള ഖിബല ഒന്ന് മാറ്റിയിരുന്നു. പ്രവാചകന് വല്ലാത്ത സങ്കടമായിരുന്നു. വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ പ്രവാചകൻ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിന്നാസ്, അള്ളാഹുവിന്റെ പ്രവാചകൻ ആകാശത്തിലേക്ക് നോക്കുമായിരുന്നു, സങ്കടപ്പെട്ട് നിൽക്കുമായിരുന്നു. ഇന്നും മദീനയിൽ പോയാൽ ഖിബലത്തൈനി എന്ന് പറയുന്ന ഒരു മസ്ജിദ് കാണാം. അവിടെ പ്രവാചകൻ നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, അങ്ങയുടെ സങ്കടം അള്ളാഹു മനസ്സിലാക്കി, അങ്ങയുടെ പ്രയാസം അള്ളാഹു മനസ്സിലാക്കി. ആ ബൈത്തുൽ ഹറാമിൽ നിന്നും അള്ളാഹു വിശുദ്ധമായ കഅബയെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ അവിടേക്കുള്ളതായ ഖിബലയെ മാറ്റിയിട്ട് മസ്ജിദുൽ അഖ്സയിലാക്കിയത് അങ്ങക്ക് സങ്കടമാണെന്നും പ്രയാസമാണെന്നും അള്ളാഹു മനസ്സിലാക്കി. അതുകൊണ്ട് ഇതാ തിരിച്ചു വീണ്ടും കഅബ ശരീഫിലേക്ക് തന്നെ തിരിഞ്ഞു നിന്ന് നമസ്കരിക്കാൻ പറഞ്ഞു. ആ നമസ്കാരത്തിൽ തന്നെ അവസാനത്തെ 2 റക്അത്ത് തിരിഞ്ഞ് കഅബ ശരീഫിലേക്ക് നിന്ന് നമസ്കരിച്ചു. അതുകൊണ്ട് ആ മസ്ജിദിന്റെ പേര് മസ്ജിദുൽ ഖിബലത്തൈൻ അള്ളാഹു തആല ആക്കി. പ്രവാചകന് വല്ലാത്ത സന്തോഷമായി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു തആല ആ കഅബ ശരീഫിന്റെ പൂമുറ്റത്ത് പോയി നിന്ന്, ആ തവാഫിന്റെ മണ്ണിൽ നിന്നുകൊണ്ട്, ആ തവാഫിന്റെ മതാഫിൽ നിന്നുകൊണ്ട് ആ കഅബ ശരീഫ് നേർക്ക് നേരെ നിന്ന് നമസ്കരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കേണ്ട ഏറ്റവും പുണ്യസ്ഥലം, സന്ദർശനത്തിന് ഏറ്റവും മഹത്വമുള്ള സ്ഥലം, അള്ളാഹുവിന്റെ പ്രവാചകൻ എടുത്തു പറഞ്ഞത്, ലാ തശുദ്ദൂ റിഹാലകും ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്. 3 മസ്ജിദുകളിലേക്കല്ലാതെ നിങ്ങൾക്ക് മഹത്വമുണ്ട് എന്ന് പറഞ്ഞിട്ട്, പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ അനുവാദമേ ഇല്ല. ഇന്ന് നമ്മുടെ നാടുകളിൽ ഏതെല്ലാം പള്ളികളിലേക്കാണ് യാത്ര ചെയ്യുന്നത്? സിയാറത്ത് ടൂർ പാക്കേജ് എന്ന് പറയുന്നത് പ്രത്യേകം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ അനുവദിക്കാത്തതാ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു മഹത്വമുണ്ട് എന്ന് പറഞ്ഞിട്ട്, അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ അവകാശമുള്ള 3 പള്ളികൾ മാത്രമാണ്. മസ്ജിദുൽ ഹറാം, അതിൽ ആദ്യത്തത് വിശുദ്ധമായ കഅബ ശരീഫ് നിലനിൽക്കുന്ന വിശുദ്ധമായ ഹറമാണ്. 2, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു മസ്ജിദി ഹാദാ മസ്ജിദുൻ നബവി. മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഈ ഹദീസ് പറയുന്നത്. 3ാമത്തത് ഫലസ്തീനിൽ വെള്ളപ്പട്ടാളം പിടിച്ചു വെച്ചിരിക്കുന്നതായ ബൈത്തുൽ മുഖദ്ദസ് അള്ളാഹു തആല ഏറ്റവും അടുത്ത സമയത്ത് മോചിപ്പിക്കുമാറാകട്ടെ. ആ നാടിനെ അള്ളാഹു തആല നിർഭയത്വത്തിന്റെ നാടായിട്ട് അക്ഷരാർത്ഥത്തിലാക്കുമാറാകട്ടെ. അവിടുത്തെ അഹങ്കാരികളെ അള്ളാഹു തആല പിടിച്ചു കെട്ടുമാറാകട്ടെ. ഈ 3 പള്ളിയിലേക്കല്ലാതെ പള്ളിക്ക് മഹത്വമുണ്ട് എന്ന് പറഞ്ഞിട്ട് സിയാറത്ത്
ഇബാദത്ത് ചെയ്യാൻ ഇസ്ലാമിൽ അനുവാദമേ ഇല്ല. ബാക്കിയുള്ള പള്ളികളിലെല്ലാം പ്രതിഫലം ഒരുപോലെ. നമ്മളുടെ നാട്ടിലെ ചോർന്നൊലിക്കുന്ന പാ കൊണ്ട് മേഞ്ഞതായ അല്ലെങ്കിൽ പുൽപ്പാ കൊണ്ട് മേഞ്ഞതായ പള്ളിക്കകവും നമ്മളുടെ നാട്ടിൽ ശീതീകരിച്ചതായ പള്ളിയും പള്ളി എന്ന ഹുക്കുമിൽ വഖഫ് ചെയ്തപ്പെട്ടതാണെങ്കിൽ ഒരേ പ്രതിഫലമുള്ള 3 പള്ളി മാത്രം. എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും പള്ളി എന്ന നിലയിൽ ബാക്കിയുള്ളതെല്ലാം തുല്യമാണ്. മഹത്വമുള്ള 3 പള്ളി മാത്രമാണ്. അത് ഈ 3 പള്ളികളാ. അല്ലാഹു തആല അതിന്റെ മഹത്വം മനസ്സിലാക്കാനും ആ നാട്ടിൽ എത്തിച്ചേരാനും അവിടെ ഇബാദത്ത് ചെയ്യാനും അല്ലാഹു സ്വീകരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു പ്രിയപ്പെടുന്നതിനെ പ്രിയപ്പെടാനും അതുമായി മാനസികമായ ബന്ധം പുലർത്താനുമുള്ള ഈമാനികമായ ചൈതന്യം അല്ലാഹു തആല നാമേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹജ്ജിന് പോകാൻ പ്രത്യേകമായ സമയപരിമിതിയുണ്ട്. പക്ഷേ ഉംറ ചെയ്യാൻ എപ്പോൾ വേണേലും ഒരു മനുഷ്യന് ഉംറ ചെയ്യാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉംറയിൽ ഏറ്റവും മഹത്വമുള്ള ഉംറയായ ഹദീസിൽ കാണാൻ കഴിയുന്നത് വിശുദ്ധമായ റമദാനിലെ ഉംറയാണ്. ഒരു റമദാനിൽ ഒരു മനുഷ്യന് ഉംറ ചെയ്താൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഹജ്ജിന്റെ പ്രതിഫലം വരെ അള്ളാഹു തആല അവന് നൽകാൻ കാരണമാകും. മറ്റൊരു ഹദീസിൽ കാണാം അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൻ ലിമാ ബൈനഹുമാ. 2 ഉംറകളുടെ ഇടയിലുള്ള പാപങ്ങളെല്ലാം ആ ഉംറ അവന് പരിഹാരമാകും. ആ പാപങ്ങളെല്ലാം അള്ളാഹു തആല അവന് മാപ്പാക്കി നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സൗകര്യം വലിയ ബുദ്ധിമുട്ടില്ലാത്ത സമയം കണ്ടെത്തിയിട്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഹറമും അള്ളാഹുവിൻ്റെ പ്രവാചകനെ ഖബറടക്കിയിരിക്കുന്ന പവിത്രമായ മദീനത്തുൽ മുനവ്വറയിലും പോകാനുള്ള അവസരം നമ്മൾ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ കണ്ടെത്തുക. അതിനൊരുപാട് സൗകര്യങ്ങൾ ഇന്ന് നമ്മളുടെ ഇടയിലുണ്ട്. എല്ലാ സൗകര്യങ്ങളോടുകൂടി, നാട്ടിലെ ഭക്ഷണത്തോടുകൂടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന സ്ഥലവും സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ അടുത്ത് പണ്ടത്തെ അപേക്ഷിച്ച് വളരെ വിപുലമായുണ്ട്. എന്നിട്ടും നമ്മൾ ആ നാട്ടിലേക്ക് പോകുന്നില്ല എങ്കിൽ, എന്നിട്ടും നമ്മൾ ആ നാടിനോട് മഹത്വം കാണിക്കുന്നില്ല എങ്കിൽ നന്ദി കെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകുമെന്ന് മുഫസ്സിരിങ്ങൾ വിശദീകരിക്കുകയാണ്. അള്ളാഹുവിന്റെ ആ ശആറുകളെ മഹത്വപ്പെടുത്തുന്ന മനുഷ്യർ, അള്ളാഹുവിന്റെ ശആറുകളെ മഹത്വവൽക്കരിക്കുന്ന ആൾക്കാർ അതിനെ പ്രിയപ്പെടുകയും അതിനെ സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തുകൾ തനതായ രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ആ നാടുകളിലേക്കും ആ സ്ഥലങ്ങളിലേക്കുമൊക്കെ പോകണമെന്ന് പ്രിയപ്പെടുകയും ചെയ്യുന്ന ആൾക്കാർ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അത് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യരുടെ ഹൃദയത്തിന്റെ തഖ്വയുടെ ഭാഗമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയത്ത് ഓതിയിട്ട് നമ്മൾക്ക് വിശദീകരിച്ച് നൽകുകയാണ്. എന്നിട്ടും പിന്നെ എങ്ങനെയാ പ്രിയപ്പെട്ടവരെ നമുക്ക് അവിടേക്കൊന്നും പോകാതിരിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടല്ലാത്തവരെല്ലാവരും ആഗ്രഹിക്കും അല്ലാഹു തആല നമുക്ക് ആ നാട്ടിൽ പോകാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. മദീനയുടെ മഹത്വം ഇതിനേക്കാൾ വലിയ മഹത്വം നമുക്ക് കേൾക്കാൻ കഴിയും. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമ്മൾ പറയും. അല്ലാഹു തആല ആ 2 നാടുകളിലേക്കും പോകാനും ആ നാട്ടിൽ നിന്നും അല്ലാഹു തആല നമുക്ക് നൽകാമെന്ന് പറഞ്ഞ ഈമാനികമായ ആവേശം, ആ നാട്ടിലൂടെ അല്ലാഹു തആല ഈമാനിന്റെ ഉത്ഭവം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാട് മുഴുവനും ഫിത്നയുണ്ടാകുന്ന കാലഘട്ടം വരും. നാട് മുഴുവനും ഫിത്നയാകും, എല്ലാ നാടുകളിലും ഫിത്നയാകും. ആ ഫിത്നകൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഒറ്റക്കണ്ണൻ ദജ്ജാലായിരിക്കും. ദജ്ജാലിനോടൊപ്പം ഈ നാട്ടിലെ ജൂതന്മാരും ക്രൈസ്തവരും അണിചേരും. നാട്ടിലെല്ലാം ഫിത്നയുണ്ടാകും. പക്ഷെ 2 നാടുകളിലേക്ക് അല്ലാഹു തആല അവരെ പ്രവേശിപ്പിക്കൂല. അത് മക്കയും മദീനയുമാ. അതിന്റെ പരിസരത്ത് അല്ലാഹു തആല ശക്തന്മാരായ മലക്കുകളെ കാവൽ നിർത്തിയിട്ടുണ്ടാകും. ശക്തന്മാരായ മലക്കുകൾ അവരെ വലിച്ചു ദൂരേക്ക് വലിച്ചെറിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് വിശദീകരണമുള്ള ഹദീസ എന്ന് പറഞ്ഞാൽ മനുഷ്യർ ചണ്ടികളാകുമെന്നർത്ഥം. അവരെ തടഞ്ഞു നിർത്താനുള്ള ആർജവമുള്ള, അവരെ തടഞ്ഞു നിർത്താനുള്ള ആണത്വമുള്ള ആണുങ്ങളൊന്നും ആ നാട്ടിൽ ഇല്ലാതിരിക്കുമെന്ന ഈ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം. അപ്പോഴേ അല്ലാഹു തആല നേരിട്ട് ഇടപെടൽ ഉണ്ടാകുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പേടിപ്പിക്കുന്ന ഒരു ഹദീസ് പറഞ്ഞു.
ഖിയാമത്ത് നാളാകുമ്പോഴേക്കും ഈ ജൂതനും നസാറാക്കളും അവരുടെ പിറകിൽ ഇസ്ലാമിന്റെ ശത്രുക്കളെല്ലാം സഫായിട്ട് നിൽക്കും. എന്നിട്ട് കഅബ ഷരീഫ് പൊളിക്കാനായിട്ട് അവർ പുറപ്പെടും. ലോകത്ത് മുഴുവനും അറിയിച്ചുകൊണ്ട് കഅബ ഷരീഫ് പൊളിക്കാനായിട്ട് അവർ പുറപ്പെടും. എന്നിട്ട് ഒരു വിശാലമായ ഒരു മൈതാനത്തിലേക്ക് എത്തുമ്പോഴും അതിൽ ആദ്യത്തെ ആള് മുതൽ അവസാനത്തെ ആള് വരെ അല്ലാഹു തആല ഭൂമിയിലെ ആഴ്ത്തിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ സന്തോഷിക്കും, അല്ലാഹു തആല ആഴ്ത്തിക്കളഞ്ഞു. മുഹദ്ദിസീങ്ങൾ അതിന് വിശദീകരണം നൽകുന്നു. അതിനൊരു മറുപുറം കൂടിയുണ്ട്. എന്താ മറുപുറം എന്ന് അറിയണ്ടേ? ഈ അഹങ്കാരികളായ, ഈ ധിക്കാരികളായ, ഈ സ്വേച്ഛാധിപതികളായ അഹങ്കാരികൾ, ഈ കൂട്ടക്കൊരുതി ചെയ്യുന്നതായ തെമ്മാടികളെ പിടിച്ചു നിർത്താൻ ആഴത്തമുള്ള ഒരു മുസ്ലിം ഭരണാധികാരികൾ പോലും ഇല്ലാത്ത കാലഘട്ടമായിരിക്കും. ആ കാലഘട്ടം എല്ലാവരും ഷണ്ടികളാകുമ്പോൾ അല്ലാഹു തആല നേർക്കുനേരെ ഇടപെടലുണ്ടാകും. കഅബ ഷരീഫിനെ സംരക്ഷിക്കാൻ ഈ ജൂത പരിശകളെ അല്ലാഹു തആല ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ. അല്ലാഹു തആല അങ്ങനെയുള്ള ചണ്ടികളെ തൊട്ട് നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു തആല അങ്ങനെയുള്ള ചണ്ടികളെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ ഭരണാധികാരികളെ അല്ലാഹു കാക്കുമാറാകട്ടെ. ഈമാനിന്റെ അന്തസ്സുള്ള ശബ്ദത്തോടു കൂടി ജീവിക്കാനും ആ അന്തസ്സുള്ള ശബ്ദത്തോടു കൂടി മരിക്കാനുമുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, കഅബ ഷരീഫിനെ പ്രിയപ്പെടേണ്ട, അതിനെ ഇഷ്ടപ്പെടേണ്ട നമ്മുടെ ഈമാനിന്റെ ഭാഗമാ. അവിടേക്ക് പോകേണ്ടത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാ. അല്ലാഹു തആല അവിടേക്ക് പോകാനും അല്ലാഹു സ്വീകരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുമുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ വർഹം വർദ അൻ അസ്ഹാബി റസൂലിക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുസൂസൻ من أولهم إلى آخرهم يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعزنا وأعز الإسلام والمسلمين. اللهم انصرنا وانصر الإسلام والمسلمين، خصوصا إخواننا في فلسطين الذين ظلموا في بلادهم يا أرحم الراحمين. اللهم شتت اليهود والنصارى يا أرحم الراحمين وزلزل أقدامهم يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.